ഡ്രൈവില് ഇവിടെ ആദ്യം ഗേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറൈൻ ഡ്രൈവിലേക്കാണ്. അപ്പം അല്ല ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ബിക്കോസ് ഇറ്റ്സ് സോ നൈസ്. ആൻഡ് ഇപ്പോൾ സ്റ്റാളൊക്കെ പൂട്ടാൻ പോകും. ഞാൻ വന്നപ്പോൾ കുറച്ച് വൈകിയതാണ്. സ്റ്റാളൊക്കെ പൂട്ടാൻ പോകും. ദിസ് ഇസ് മൈ സ്റ്റാൾ. ചെടികളുണ്ട്. ഇത് ലിജു സ്റ്റീൽ ലൈറ്റ് എന്ന് പറഞ്ഞാണ് എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നൊരു സ്ഥലം. അപ്പം എന്താണ് അവിടുത്തെ പിക്കിൾസും പിന്നെ പ്ലാന്റ്സും ആണുള്ളത്. ആരും മറൈൻ ഡ്രൈവ് അവിടെ ആ ഒരു ഗേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മറൈൻ ഡ്രൈവ് ആരും ചെറിയ വെട്ടുന്നത് മറൈൻ ഡ്രൈവ് അവിടെ ഒരു ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എക്സിബിഷൻ മൊത്തം ഒന്ന് കാണിക്കാം. എക്സിബിഷൻ മൊത്തം ഒന്ന് കാണിക്കാം. AC റൂമിലേക്ക് എൻട്രി ആണ് ബിക്കോസ് ഇറ്റ്സ് സോ നൈസ് ആൻഡ് കോസി. ആൻഡ് ഇതിവിടെ ഒരു എക്സിബിഷൻ ഉണ്ട്. അവിടെ ഇത് ഒരു എക്സിബിഷനാണ്. ലോക്കൽ കാസ്റ്റ് അങ്ങനെ ആയിരിക്കില്ല. AC നിൽക്കുന്നവർക്ക് AC നിൽക്കാം. അങ്ങനെയുള്ളൊരു സെറ്റിംഗ് ഇത് വരുന്നതാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ് ഇത്. താജ് എന്ന് വിളിക്കും, വിവാണ്ട താജ് അങ്ങനെയൊക്കെ വിളിക്കും. അങ്ങനെ ഞാൻ വന്ന പാടെ എനിക്കൊരു കരിമ്പിൻ ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഒരു നല്ല ലക്കിയായിട്ടുള്ളൊരു കരിമ്പിൻ ജ്യൂസായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ഡ്രസ്സസ് ഉണ്ട്. പിന്നെ നമുക്ക് ഫേസ് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫേസ് പെയിൻറ്റിങ്സ് പിന്നെ എന്തായിരുന്നടാ പിന്നെ പിക്കിൾസ്, പിന്നെ ഡിലൈറ്റ്സ്, പിന്നെ ഡെസേർട്ട്സ്. പിന്നെ നമുക്ക് ഓണം വരുമല്ലോ, അപ്പോൾ ഓണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും എക്സിബിഷന്. പിന്നെ നമുക്ക് ക്യൂട്ട് സ്റ്റേഷനറീസും കിട്ടും. ഇപ്പോൾ കാണുന്നു. പിന്നെ കുറേ മഫിൻസ് അങ്ങനെയൊക്കെ കുറേ കിട്ടും. പിന്നെ കുറേ കമ്പനീസ്, പിന്നെ പോസ് ക്രീമറി, പിന്നെ അങ്ങനെയൊക്കെയുള്ള കമ്പനീസിൻ്റെ ഇതുണ്ട്. അപ്പം ഇതിൻ്റെ ഞാനിപ്പോൾ ഒരു ഷെയറിലാണ് ഇരിക്കുന്നത്. ഇപ്പം എല്ലാവരും സ്റ്റോൾ അടിച്ച് പോവുക. അപ്പം പിന്നെ ഞാൻ എല്ലാ എക്സിബിഷനും വന്നാലും ഒരു പൊട്ടാറ്റോ വേഫർ എന്ന് പറഞ്ഞൊരു പ്രിങ്കിൾസിൻ്റെ ടേസ്റ്റുള്ള സംഭവം ഉണ്ട്. അത് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ള എന്തായിരുന്നു ഹോംബേയോ ഹോംബേ എന്നാണ്. നല്ല ടേസ്റ്റിയാണ്. അവിടുത്തെ പാവയ്ക്ക അതൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഗ്ലോറി ആൻറ്റി എന്നാണ് ചേച്ചിയുടെ ആ ആൻറ്റിയുടെ പേര്. വി ക്യാൻ സീ ദാറ്റ്. അവിടെ കണ്ട ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ആ ഇരിക്കുന്നതല്ല, അത് നിൽക്കുന്ന ചേച്ചിയാണ് ഗ്ലോറിയൻ. പിന്നെ ആ ഗ്രീൻ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതാണ് എൻ്റെ അമ്മ. പിന്നെ എൻ്റെ അപ്പൻ പുറത്തോട്ട് കാർ ഓട്ടോറിക്ഷ എടുക്കണം. ഒരു വെയിറ്റ് ചെയ്യാം. അവൻ ഇവിടെ കുറേ പേര് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് കാണണം ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് കാണാം. തുറന്നിട്ടൊന്ന് കണ്ടോ. തുറക്കുവാണ്. എല്ലാവരെയും അടുക്കി പെറുക്കി വെക്കാണ്. അടുക്കി പെറുക്കി വെക്കാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ ഈ ഒരു എക്സിബിഷന് എപ്പോഴും കയറിയെന്ന് പണിയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണാം. ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഞാൻ തന്നെയാണ് എൻ്റെ ഫ്രണ്ട് കൂടെ ഉള്ളത്. പിന്നെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഓണം ലുക്ക് ഇതെല്ലാം ഞാൻ ഓണം ലുക്ക് എന്ന് പറയുന്നത് ഇതൊരു സിമ്പിൾ ലുക്കാണ്. പിന്നെ കുറേ പേരുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. ബിക്കോസ് നമ്മൾ രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ കുറേ ക്യൂട്ട് സ്റ്റേഷനറീസ് കാണിക്കാനെങ്കിൽ ക്യൂട്ട് സ്റ്റേഷനറീസ് ഇനി ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം.
പോവുകയാണ്. അപ്പം തിങ്ക് ഈ ഒരു സ്ഥലം കാണണം. ഇതാണ് ആ സ്ഥലം. ഐ ലൈക്ക് ദിസ് വൺ ബിക്കോസ് ഇറ്റ്സ് സോ നൈസ്. ലുക്ക് ഗൈസ്, ദിസ് വൺ. ഇത് ഒന്നും അല്ല, ഇതിനേക്കാൾ പരം നമ്മൾ കാണേണ്ടത് ഇതുണ്ട്. ഈ ഒരു സ്പേസ് എന്നിൽ നിന്ന് പോകുന്നില്ല. ബിക്കോസ് യു ലുക്ക്, നമ്മൾ രാവിലെ കാണുന്ന പോലെ അല്ല ഇത്. നല്ല രസം, രാവിലെ കാണുന്ന പോലെ അല്ല. അപ്പോൾ ഇവിടെ എൻട്രി ഇല്ല. ഇത് എൻ്റെ ലാസ്റ്റ് എൻട്രി അല്ല. എന്താണെന്ന് വെച്ചാൽ വിവാണ്ടയിൽ ഇപ്പോൾ രണ്ടാമത്തെ എക്സിബിഷനാണ് എൻ്റെ. അപ്പോൾ വിവാണ്ടയിൽ രണ്ടാമത്തെ എക്സിബിഷൻ ആയതുകൊണ്ട് തന്നെ ഇനി ഒരു തിരിച്ചുവരുമുണ്ടെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ അതാണ് ലാസ്റ്റ് എൻട്രി ആയിട്ട് എൻ്റെ അനിയൻ ഇതാണ്ട് പോണത്. അവനെന്താ കാണിക്കാണ് ഗൈസ്. അപ്പം നമുക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടം. സത്യം പറഞ്ഞാൽ എന്നൊരു ക്യൂട്ട് സ്റ്റാൾ ഉണ്ടായിരുന്നു, ഒരെണ്ണം മാത്രമായിരുന്നു. സത്യത്തിൽ ക്യൂട്ട് സ്റ്റാൾ ഉണ്ടായിരുന്ന ഒരെണ്ണം മാത്രമായിരുന്നു. അങ്ങനെ കുറച്ച് കവായി ഐറ്റംസ് ഞാൻ വാങ്ങിക്കട്ടെ. എൻ്റെ ഫ്രണ്ട്സിന് ഇതാണ്ട് അടുത്ത സാധനം ഓടുന്ന ഗൈസ്. കാണാമോ ഗൈസ് നിങ്ങൾക്ക്? അതിൻ്റെ കൂടെ വിലാവിളിച്ചം പോലെ ഓടുന്ന ഒരുത്തൻ. ഹലോ കഴിഞ്ഞിട്ട് പോയി. അപ്പം നമുക്ക് ഇനി പോകാം. ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ച് കുത്തുവാതി. നല്ല രസമാണോ ഒരു ഫോട്ടോ എടുക്കണം. സത്യം ആ പോയതാണ് ഗ്ലോറിയൻജു. ഞാൻ എനിക്ക് ഈ ബലൂൺ തന്നിട്ട് അതിലെ കൂടെ ഓടുകയാണ് ഗൈസ്. എൻ്റെ പൊന്നെ, എൻ്റെ അയ്യരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല അനുസരണക്കുറവുണ്ട്. ഇതിലേക്കൂടെ പോകുമ്പോൾ അവൻ അതിലേക്കൂടെ പോകും. അവനെ എനിക്കറിയാമെന്നല്ലേ. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ, അതിലേക്കൂടെ പോയതാണ്. ഇവൻ മുണ്ടക്കുടുത്താണ്. ആൾക്കാരൊക്കെ വന്നത് സെറ്റപ്പായി.